25 വേദികളിലും നിറ സദസ്സുകളായിരുന്നു. തൃശ്ശൂർക്കാര് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ രാത്രിയോളം ഇരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ഒപ്പനയുടെ വേദിയിലൊക്കെ നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ VS സാർ, നമസ്കാരം. എങ്ങനെയുണ്ട്? കുറെ ദിവസമായി തൃശ്ശൂരിൽ തന്നെ കാണുന്നുണ്ട്. ഇന്നലത്തെ മത്സരങ്ങൾ തൃശ്ശൂർ ഇന്നലെ കുറച്ച് കണ്ടു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും പറഞ്ഞു, നേരത്തെ നന്ദകിഷോറും പറഞ്ഞില്ലേ, ഇത് ഈ ജൻസിയുടെ ഒരു ഉത്സവം കൂടിയാണ്. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ, ഈ കലോത്സവത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, തുടക്കത്തിൽ വളരെ ചെറിയ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ആൾക്കാർ. ഇപ്പോൾ അത് ഈ 250-250 ഇനങ്ങളിൽ 10,000-കണക്കിന് കലാകാരന്മാർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, കുറ്റിയേറ്റ് പോയിട്ടുള്ള പല കലാരൂപങ്ങളും ഇവിടെ അത് സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ജൈവ വൈവിധ്യത്തെ പറ്റി പറഞ്ഞ പോലെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജെംപ്ലാസം ബാങ്കുകളുണ്ട്. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ മൺമറഞ്ഞു പോയ വിത്തുകളും സംരക്ഷിക്കുന്ന ജെംപ്ലാസം കളക്ഷൻസ് ഉണ്ട്. അതിന് പ്രിസർവ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കലാരൂപങ്ങളെയും സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്ന ഒരു എന്താണ് പറയുക, ഒരു കൃഷിസ്ഥലം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പിന്നെ ആദിവാസികളുടെ നൃത്തം, അവർ പണിയ നൃത്തം ഇപ്പോൾ ചെയ്യുന്നവരാണ്. നല്ല കുട്ടികളെ പണ്ടത്തെ പോലെ പിന്നെ നമ്മുടെ ഗോത്രവർഗ സമൂഹങ്ങളൊക്കെ അവരുടേതായ കലയിൽ അവർ വളരെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ. നമ്മൾ വിചാരിക്കും അവർ നമ്മുടെ എല്ലാ കലകളുടെ അടിസ്ഥാനം അവരാണ്. പക്ഷെ നമ്മളവരെ മറന്നുപോയിരിക്കുകയാണ്. അവരൊക്കെ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അവർ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ താളവും ഒക്കെ നമുക്കെന്തൊരു പ്രാക്തനകാല ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ഓരോ കലകൾ, ഇപ്പം ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിച്ച പരിപാടികളിൽ ചാക്യാർ കൂത്തും അതിലൊക്കെ ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി പോലും പിള്ളേർ ക്രിട്ടിക്കലായിട്ട് അവതരിപ്പിക്കുകയാണ്. ശരിക്കും ഈ ഭരണാധികാരികളോടും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ജൻസിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതിനിശ്ചിതമായ വിമർശനങ്ങൾ അവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഗംഭീരമായ രീതിയിൽ നമ്മുടെ ജനറേഷൻ ഇവിടെ നടത്തുന്ന പെർഫോമൻസ് നമുക്ക് ആവേശം ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ അവരുടെ വേവ് ലെങ്തിനനുസരിച്ച് പോവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഔട്ടാവും. ഓക്കെ, ന്യൂസ് 18 ഗംഭീരമായി കവർ ചെയ്യട്ടെ. നന്നായി കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണ് ക്യാമറാമാൻ. അപ്പൊ പേര് അപ്പൊ ഞങ്ങൾ തൃശ്ശൂർക്കാർ കുറെ ആൾക്കാരുണ്ട് ഇവിടെ, മീഡിയ പ്രവർത്തകരും എല്ലാവരും. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി കലോത്സവം ഗംഭീരമാക്കും. നിങ്ങളുടെ ഐക്യവും നമുക്ക് ഇവിടെ വരുമ്പോ കാണാൻ പറ്റും. അത് ഞങ്ങള് തൃശ്ശൂർ പൂരത്തിന്റെ മേളം കൊട്ടിക്കലാശിക്കും. ഇപ്പൊ ഇന്നലെ കണ്ടില്ല, ഞങ്ങളിവിടെ തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വത്തിന്റെ 2 മേളപ്രമാണിമാർ ഒന്നിച്ച് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അണിനിരുന്നു. അത് തന്നെ ഞങ്ങളുടെ തൃശ്ശൂരിന്റെ ഒരു എന്താ പറയാ, ഞങ്ങളെല്ലാത്തിനും സാമ്പിൾ വെടിക്കെട്ടുണ്ടാവും. എല്ലാത്തിനും ഞങ്ങളൊരു സാമ്പിൾ കാണിക്കുക ആദ്യം, പിന്നെയാണ് ഞങ്ങൾ ഒറിജിനൽ കാണിക്കുക. പിന്നെ 1-2 ദിവസമായിട്ട് സാമ്പിൾ ആയിട്ടുള്ളൂ. അടുത്ത ദിവസത്തേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? ഏതായാലും VS സുനിൽകുമാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇന്നലെ ചെമ്പുപാളിയൊക്കെ ഇന്നലെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിരുന്നു. ചാക്യാർകൂത്തിലും അതോടൊപ്പം വിവിക്രിയിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒരു പെർഫോമൻസ് ഉണ്ടായി. വളരെ രസകരമായിരുന്നു. എന്തായാലും എല്ലാം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും. ഇന്നിപ്പോൾ 9 മണിയോടുകൂടി തന്നെ ഈ പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വളരെ ഉദ്ഘാടനമൊക്കെ വൈകിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി തന്നെ ഇത് പരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളോടൊപ്പം കുറച്ച് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, ഇതെന്താ രാവിലെ തന്നെ അടികൂടാണ്? അമ്മ മോനുമാണോ? അല്ല, പറയൂ, എന്തുണ്ട്? മത്സരങ്ങളൊക്കെ കാണാൻ പറ്റിയോ? ഇല്ല, ഞങ്ങള് ലേറ്റ് ആയിട്ടാ വന്നത്. രാത്രിയായി വന്നപ്പോ. ഇന്നിപ്പോ നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഞങ്ങള് പാടന്നില്ലെന്ന് പറയും, ആലപ്പുഴ ജില്ലയിൽ. ഇന്ന് നിങ്ങൾ എന്താ പെർഫോം ചെയ്യുന്നത്? നാടകമാണ്. ഓ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എപ്പോഴാണ്? ഉച്ചയ്ക്ക് ശേഷം അല്ലേ? രണ്ടാമത്തെ ക്ലസ്റ്റർ ആണ്. എങ്ങനെ ടീച്ചർമാരാണ് അല്ലെ? നാടക ചേച്ചി പറയും. കുട്ടികളൊക്കെ ആണോ? സംവിധായിക? സംവിധായകനും കൂടെ ഉണ്ട്. സഹസംവിധായിക. അപ്പൊ ചേച്ചി പറയും, എങ്ങനെയുണ്ട് കുട്ടികള് പെർഫോമൻസ് ഒക്കെ? നല്ലതായിട്ട് അവരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? നല്ല 2 മാസം കൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇവരാദ്യമായിട്ടാണോ കലോത്സവത്തിൽ വരുന്നത്? സംസ്ഥാന കലോത്സവത്തിൽ
സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ശിഷ്യന്മാര് വേറെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? നേരത്തെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെയൊക്കെ. അവർക്കൊക്കെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഏത് നാടകമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ജാഗരൂക. ഇത് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കുറച്ച്? ഇല്ല, അതിന്റെ മെയിൻ ആക്ട്രസ് ഒരാളും കൂടെ വരാനുണ്ട്. മെയിൻ ആള് വരാനുണ്ട്. എന്നാ കുഴപ്പമില്ല. ടീച്ചർ പ്രിയാസിന്റെ ജാഗരൂക. അപ്പൊ അത് വെച്ചിട്ട് അതാണ് നാടകത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ നാടകം അവതരിപ്പിക്കുന്നത്. മറ്റ് പെർഫോം ആരെങ്കിലും ചെയ്യുന്നുണ്ട്? അത് നാടകം മാത്രമല്ല? നാടകം മാത്രം. ഇന്ന് നാടകം മാത്രം. എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികൾ. 10 കുട്ടികൾ. നാടകത്തിന് വേണ്ടി 10 കുട്ടികൾ. ടോട്ടൽ 24 കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും. മറ്റേതൊക്കെ? നമുക്ക് ഇരുള നൃത്തമുണ്ട്, ഉറുദു പ്രസംഗമുണ്ട്, ഉറുദു ക്വിസ് ഉണ്ട്. ഇതിലൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മംഗലംകളിയൊക്കെ ഉണ്ടായിരുന്നു, മലപ്പുലിയാട്ടമൊക്കെ തിരുവനന്തപുരം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട്. ഇത്തവണയുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ ജില്ലയിൽ സെക്കൻഡ് ആയിപ്പോയി. അടുത്ത വർഷം പൊളിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. അങ്ങനെ നാടകത്തിന് വേണ്ടിയിട്ട് വന്ന കുട്ടികളാണ്. രാവിലെ കലോത്സവ വേദിയൊക്കെ നടന്ന് കണ്ട് ഇതിന് ശേഷം വേണം അവർക്ക് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാവാനല്ലേ? എന്താ മോളുടെ പേര്? ഏത് ക്ലാസ്സിലാണ്? ആദ്യമായിട്ടാണ് നാടകമായിട്ട് എത്തുന്നത്. എങ്ങനെയുണ്ട് അഭിനയിക്കുമ്പോഴുള്ളൊരു രസമുണ്ട്? കൂട്ടുകാരുടെ കൂടെ എല്ലാം അഭിനയിക്കുമ്പോൾ സ്റ്റേറ്റ് വന്നോണ്ട് അതിൽ ഏറെ സന്തോഷം അല്ലേ? അപ്പൊ ഇനി വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് വന്നത്. അങ്ങനെ ഓരോരുത്തരും അണിയറയിലാണ്. അവരുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. 9 മണിയോടുകൂടി തന്നെ പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വേഗത്തിൽ റെഡിയാവുകയാണ്. ഇന്നത്തെ ദിവസം അധികം വൈകില്ല. അതായത് ഇന്നലെയൊക്കെ 3-4 മണിവരെയൊക്കെ പോയതുണ്ട്. അത് കുട്ടികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. രാവിലെ മുതൽ ചിലപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ മേക്കപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഈ ഭരതനാട്യം മോഹിനിയാട്ടത്തിനൊക്കെയാണ്, ഒപ്പനയ്ക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ എത്രയും വേഗം ഈ പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എന്തായാലും അധികൃതർ ചെയ്യുമെന്നാണ് അങ്ങനെയാണ് അനുശ്രീ ഇപ്പോഴത്തെ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ. വരും മണിക്കൂറിൽ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അധികം ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഓരോ പെർഫോമൻസ് കഴിഞ്ഞ ശേഷം മാത്രമേ അവരെയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ, അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ. അനുശ്രീ, ഇപ്പൊ 2 ദിവസത്തോളം ആയല്ലോ ഇപ്പൊ കലോത്സവ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെയാണ് കലോത്സവത്തിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടോ പണ്ടത്തെ? ഏതായാലും വളരെ രസകരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് കലോത്സവം. എന്റെ ആദ്യത്തെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ്. സ്കൂൾ കലോത്സവത്തിലൊന്നും അങ്ങനെ പങ്കെടുത്ത ഒരു വ്യക്തിയല്ല ഞാൻ. നേരത്തെ ഭവ്യയോടും പറഞ്ഞിരുന്നു, ഞാൻ ആകെ സബ് ജില്ല വരെ പോയത് ഒരു തിരുവാതിരയ്ക്കായിരുന്നു അന്ന് സ്കൂളിൽ നിന്ന്. പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. ജഡ്ജസ്മാർ പറഞ്ഞു പെർഫോമൻസ് അത്ര പോരാന്ന്. അങ്ങനെ അവസാനിപ്പിച്ചതാണ് എൻ്റെ ഈ കലാപ്രകടനങ്ങൾ. പിന്നീട് ആ മേഖലയിലേക്ക് അധികം കൈ കടത്തിയിട്ടില്ല. പക്ഷെ കലോത്സവത്തിന് വരുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. കുട്ടികളെ കാണുന്നുണ്ട്, അധ്യാപകർ, അവരുടെ ഇതിന് പിന്നിൽ അവരിടുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.